എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. വനപർവ്വത്തിൽ വനവാസം ചെയ്യുന്ന പാണ്ഡവന്മാരിൽ മധ്യമനായ അർജുനൻ ഇന്ദ്രകീല പർവ്വതത്തിൽ ചെന്ന് സാക്ഷാൽ രുദ്രഭഗവാനെ തപസ്സിലൂടെ സന്തോഷിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. പാശുപതാസ്ത്രം വാങ്ങി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കാരണം ദേവന്മാരെല്ലാവരും വന്ന് അദ്ദേഹത്തിന് ദർശനം നൽകി. അവരവരുടെ അസ്ത്രങ്ങൾ അർജുനന് കൊടുത്ത് ആ ദിവ്യാസ്ത്രങ്ങൾ അതിൻ്റെ പ്രയോഗവും സംഹാരവും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. ഇന്ദ്രൻ്റെ സാരഥിയായ മാതലി വന്ന് അദ്ദേഹത്തെ ഇന്ദ്രലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ ഇന്ദ്രൻ്റെ മടിയിൽ ഇരുന്നു കൊണ്ട് അർജുനൻ ദേവന്മാരുടെ പൂജയെ, അർച്ചനയെ ഏറ്റുവാങ്ങി. അർഘ്യപാദ്യാദികളൊക്കെ ഏറ്റുവാങ്ങി. 5 വർഷക്കാലം സ്വർഗലോകത്തിൽ മറ്റാർക്കും സാധിക്കാത്ത കാര്യം അദ്ദേഹം നേടിയെടുത്തു. എന്ന് വെച്ചാൽ 100 അശ്വമേധയാഗങ്ങൾ ചെയ്തവർക്ക് മാത്രം ചെല്ലാൻ സാധിക്കുന്ന സ്വർഗലോകത്തിൽ അർജുനൻ്റെ പൂർവികന്മാരായിട്ടുള്ള രാജാക്കന്മാർ, പുരൂരവസ്, നഹുഷൻ മുതലായിട്ടുള്ള നിരവധി രാജാക്കന്മാർ അങ്ങനെ സ്വർഗത്തിൽ പോയിട്ടുള്ളതൊക്കെ അവർ ചെയ്ത യാഗങ്ങളുടെ പുണ്യം കൊണ്ട് മാത്രമാണ്. പുണ്യം ക്ഷയിക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ചിലർക്കൊക്കെ അവിടെ നിന്ന് വരേണ്ടി വന്നിട്ടുമുണ്ട്. യയാതിക്കൊക്കെ അങ്ങനെ സംഭവിച്ചു. ഇതൊന്നും ചെയ്യാതെ തന്നെ തൻ്റെ ധർമ്മബോധം കൊണ്ടും തപശക്തി കൊണ്ടും രുദ്രാനുഗ്രഹം കൊണ്ടും ആണ് അദ്ദേഹത്തിന് സ്വർഗം കാണാൻ സാധിച്ചത്. അവിടെ വെച്ച് അദ്ദേഹം ചെയ്ത അത്ഭുതകരമായ കർമ്മങ്ങൾ, നിവാതകവചന്മാർ, കാലകേയന്മാർ മുതലായ അസുരന്മാരെ കൊല്ലാൻ വേണ്ടി, ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത അദ്ദേഹത്തിൻ്റെ വീരകഥ പിന്നീട് ഒരു അർജുനൻ തന്നെ വന്നിട്ട് പാണ്ഡവരോട് പറയുന്നതായിട്ട് കാണാം. അത് അവിടെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ അർജുനൻ്റെ മറ്റൊരു മനോധൈര്യത്തിൻ്റെയും ധർമ്മബോധത്തിൻ്റെയും കഥയാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രലോകത്ത് വെച്ച് ഇന്ദ്രൻ അർജുനനോട് പറഞ്ഞു, നിനക്ക് ഇവിടെ വെച്ച് നൃത്തവും സംഗീതവും പഠിക്കാം. ചിത്രസേനൻ എന്ന പേരുള്ള ഗന്ധർവ രാജാവിനോട് ഇന്ദ്രൻ പറഞ്ഞു, അർജുനനെ നൃത്തവും സംഗീതവും വാദ്യവും മൂന്ന് കാര്യങ്ങൾ ചേർന്നിട്ട് ഒരു കലാരൂപമാണ്. ഈ മൂന്നും കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്: നൃത്തം, സംഗീതം, വാദ്യം. അപ്പോൾ ഈ 3 അർജുനനെ നൈപുണ്യം ഉള്ളവനാക്കി തീർക്കണം എന്ന് പറഞ്ഞ് ചിത്രസേനനെ നിയോഗിച്ചു. ചിത്രസേനൻ അർജുനനെ ഈ 3 കാര്യങ്ങളും വിദ്യകളും പഠിപ്പിച്ചു. ഗന്ധർവന്മാർക്ക് മാത്രം അറിയാവുന്ന ആ നൃത്തകലയിലും സംഗീതകലയിലും വാദ്യകലയിലും അർജുനനെ പ്രവീണനാക്കി മാറ്റുകയാണ്. അർജുനന് മനോവ്യഥകളുണ്ട്. ചൂതുകളിൽ ഉണ്ടായ അപമാനം, അതുപോലെ ദുശ്ശാസനയുടെയും ശകുനിയുടെയും ഒക്കെ പെരുമാറ്റം, ഇതൊക്കെ ഓർത്ത് മനസ്സ് വ്യഥാപൂർണമായി തീർന്ന പാർത്ഥന് ഈ ചിത്രസേനൻ്റെ സൗഹാർദ്ദവും ഈ പഠനവും ഒക്കെ തന്നെ അല്പം ആശ്വാസം പകർന്നു, അല്പം മനഃശാന്തി ലഭിച്ചു. അങ്ങനെ അദ്ദേഹം എല്ലാം വളരെ ഏകാഗ്രചിത്തനായിട്ട് പഠിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്വർഗത്തിൽ കഴിയുന്ന കാലത്ത് ഇന്ദ്രൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഇന്ദ്രൻ്റെ കണ്ണുകൾ ദേവലോക സുന്ദരിയായ ഉർവശിയിൽ ആസക്തമാണ് എന്ന് ഇന്ദ്രന് തോന്നുകയാണ്. അർജുനൻ അങ്ങനെ ഉർവശിയെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നതും ഇന്ദ്രൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചിത്രസേനനെ സ്വകാര്യമായി വിളിച്ച് ഇന്ദ്രൻ പറയുകയാണ്, നീ അർജുനൻ്റെ സമീപത്തേക്ക് ഉർവശിയെ പറഞ്ഞയക്കുക. ഉർവശി അദ്ദേഹത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് തയ്യാറാകട്ടെ. അങ്ങനെ ഒരു രീതി സ്വർഗലോകത്തിലുണ്ട്. ഈ ദേവ സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ, അപ്സര സ്ത്രീകൾ അവിടെ ചെല്ലുന്ന മനുഷ്യർക്ക് വശംവദരായിട്ട് ജീവിക്കും. അവർക്കതിൽ പാപമില്ല, വ്യഭിചാര ദോഷമില്ല എന്നാണ് നിയമങ്ങൾ പറയുന്നത്, സ്വർഗ്ഗലോകത്തിലെ നിയമങ്ങൾ പറയുന്നത്. അങ്ങനെ ചിത്രസേനനെ അതിനുവേണ്ടി തയ്യാറാക്കി. ചിത്രസേനൻ ഉർവശിയുടെ അടുത്ത് ചെന്നിട്ട് അർജുനൻ്റെ മഹത്തായ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിച്ചിട്ട് പറഞ്ഞു, നീ അർജുനനെ ചെന്ന് സന്തോഷിപ്പിക്കണം, തൃപ്തിപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഉർവശി പറഞ്ഞു, അർജുനൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അങ്ങ് പറയേണ്ട കാര്യമില്ല, എനിക്ക് തന്നെ കേട്ടറിവുണ്ട്. ആ ഗുണഗണങ്ങൾ കേട്ടിട്ട് തന്നെ എനിക്കും അദ്ദേഹത്തിൽ അങ്ങേയറ്റം കാമം ജനിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെയും ആഗ്രഹിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു ഉർവശി. എന്നിട്ട് ഉർവശി സ്നാനം ചെയ്തു. ദിവ്യമായ ഗന്ധലേപങ്ങളൊക്കെ ശരീരത്തിൽ അണിഞ്ഞും സർവാഭരണഭൂഷിതയായിട്ടും അണിഞ്ഞൊരുങ്ങി ഈ സ്വർഗ്ഗലോക സുന്ദരിയായ ഉർവശി കാമവിവശയായിട്ട് അർജുനൻ്റെ അരികിലേക്ക്, അർജുനൻ്റെ കക്ഷിയിലേക്ക് വന്നു, സന്നിധിയിലേക്ക് വന്നു. ആ മനോഹരമായ രാത്രി കടാക്ഷബാണങ്ങൾ ഏതുകൊണ്ടും അതുപോലെ തൻ്റെ കാൽച്ചിലങ്കകളെ കിലുക്കിയും കുണുങ്ങി നടന്നും ശൃംഗാര ചേഷ്ടകൾ ചെയ്തും അർജുനനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉർവശി, യോഗൈക സുന്ദരിയായ ഉർവശി അർജുനൻ്റെ അടുത്തേക്ക് വരികയാണ്.
അർജുനൻ ഉർവശിയെ കണ്ട സമയത്ത് അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അഭിവാദയേ ത്വാം ശിരസാ പ്രവരാപ്സരസാം വരെ കിപാജ്ഞാപയസേ ദേവി പേഷസ്തേഹമുപസ്ഥിത. അല്ലയോ ദേവി, ഞാനത് ശിരസ് കുനിച്ച് അങ്ങയെ ഭവതിയെ നമസ്കരിക്കുന്നു. അങ്ങ് അപ്സരസ്സുകളുടെ ശ്രേഷ്ഠയാണ്, അപ്സരസ്സുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവളാണ്. അങ്ങ് ഭവതിയുടെ ഏത് ആജ്ഞയും ശിരസാവഹിക്കാൻ ഞാനൊരു ദാസനായിട്ട് ഇതാ നിൽക്കുന്നു, കൽപ്പിച്ചാലും എന്നാണ് അർജുനൻ പറഞ്ഞത്. അത് കേട്ട് ഉർവശിക്ക് അത്ഭുതമുണ്ടായി. ഉർവശി അത്ഭുതത്തോടു കൂടിയിട്ട് ചിത്തസേനൻ തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞു. ഭവാന് എന്നിൽ കാമമുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ യഥേഷ്ടം സ്വീകരിച്ചു കൊള്ളൂ. അന്ന് ദേവന്മാരുടെ സഭയിൽ വെച്ച് നീ എന്നെ ഇമ വെട്ടാതെ നോക്കി ആ സഭയിൽ വെച്ച്. അപ്പോൾ നീ നിനക്ക് എന്നിൽ കാമമുണ്ട് എന്ന് എനിക്ക് അന്ന് തന്നെ സൂചന കിട്ടി. അതുപോലെ എനിക്ക് നിന്നിലും കാമമുണ്ട്. നിൻ്റെ ഗുണങ്ങളിൽ ആകൃഷ്ടയായിട്ട് ഞാനും ഇപ്പോൾ കാമാർത്ഥയായിട്ടാണ് നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നിന്നെ ഞാൻ കാമിക്കുന്നു എന്ന് ഉർവശി പറയുകയാണ്. അത് കേട്ട് അർജുനൻ വളരെ ലജ്ജയോട് കൂടിയിട്ട് ലജ്ജ തോന്നി. അതേസമയത്ത് അദ്ദേഹത്തിന് അത് കർണകഠോരമായിട്ട് തോന്നി. 2 കൈകൊണ്ടും അദ്ദേഹം തൻ്റെ ചെവികൾ പൊത്തിപ്പിടിച്ചിട്ട് അസഹ്യമായ ആ വേദനയോട് വിഷമത്തോടു കൂടിയിട്ട് പറഞ്ഞു, ദുശ്രുതം മേസ്തു സുഭഗേ യന്മാം വതസി ഭാമിനി ഗുരുദാരൈ സമാനാമേ നിശ്ചയേന വരാനനേ. ഭവതി പറഞ്ഞത് എനിക്ക് കേൾക്കാൻ വളരെ ദുസ്സഹമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ സംസാരിക്കരുത്. കാരണം എനിക്ക് ഭവതി ഗുരുപത്നിമാരെ പോലെ അല്ലെങ്കിൽ ഗുരുപത്നിമാർക്ക് തുല്യയാണ്. ഗുരു എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും അധ്യാപകരൊക്കെ തന്നെ ഗുരുക്കന്മാരാണ്. അവരുടെ പത്നിമാർ ആ ഗുരുദാരങ്ങൾ എത്രമാത്രം ആരാധ്യകളാണോ അത്രയും ഭവതി എനിക്ക് ആദരണീയാണ്, ആരാധ്യയാണ്. യഥാ കുന്തി മഹാഭാഗ യഥേന്ദ്രാണി ശചീ മമ തഥാ ത്വമപി കല്യാണി നാത്രകാര്യ വിചാരണ. കുന്തിദേവിയും ശചീദേവിയും എനിക്ക് എങ്ങനെയാണോ അമ്മമാരായിരിക്കുന്നത്, അതുപോലെ ദേവപത്നിയായ ഭവതിയും എനിക്ക് അമ്മയെപ്പോലെ തന്നെയാണ്. ഇതിൽ മറ്റൊരു ഭാവം എനിക്കുണ്ടാവുക സാധ്യമല്ല എന്ന് അർജുനൻ ഉറച്ചോട് തുറന്ന് പറയുകയാണ്. ഇനി അന്ന് ഞാൻ ഭവതിയെ സൂക്ഷിച്ചു നോക്കി, ശ്രദ്ധിച്ചു നോക്കി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം എന്തായിരുന്നു? ഇയം പൗരവംശസ്യ ജനനീ മുദിതേതിഹ ത്വാമഹം ദൃഷ്ടവാം സ്തോത്ര വിജ്ഞായോത്ഫുല്ലലോചന. ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് അത്ഭുതത്തോടു കൂടി ഭവതിയെ നോക്കിക്കൊണ്ടിരുന്നത്, ഭവതി എൻ്റെ വംശമായ പൂരുവംശത്തിൻ്റെ ആദ്യ മാതാവാണ്. ആ ഉർവശിക്ക് പൂരുവംശ രാജാവായിട്ട് പൂരുവിന് മുമ്പ് ഉണ്ടായിരുന്ന പുരൂരവസ് എന്ന് പറയുന്ന മഹാരാജാവിന് ഉർവശിയിൽ ജനിച്ച മക്കൾ വഴിയാണ് ഈ എൻ്റെ വംശം പൂരുവംശം ഉണ്ടായത്. അപ്പോൾ ഭവതി എൻ്റെ മുത്തശ്ശിയാണ് എന്ന്. അപ്പോൾ ഞങ്ങളുടെ വംശത്തിന് കാരണക്കാരിയായിരിക്കുന്ന ദേവിയാണല്ലോ ഈ ഉർവശി എന്ന് ഓർത്തിട്ടാണ് ഞാൻ കണ്ണിമ ഭവതിയെ നോക്കിക്കൊണ്ടിരുന്നത്. അത് ആയിരുന്നില്ല. ഗുരുതരാമേത്വം മമത്വം വംശവർദ്ധിനി. ഗുരുവിൻ്റെയും ഗുരുവായിരിക്കുന്ന ഭവതി എൻ്റെ വംശം വർദ്ധിപ്പിച്ച ദേവിയാണ്. ഇതാണ് എൻ്റെ ആദരവിന് കാരണം. അപ്പോൾ അങ്ങ് എനിക്ക് അമ്മയ്ക്ക് തുല്യമാണ്. അർജുനൻ പറയുകയാണ്, ലോകൈക സുന്ദരിയായിട്ടുള്ള ഉർവശി കാമാർത്ഥയായിട്ട് അർജുനനെ സമീപിച്ചപ്പോൾ ആ കാമത്തിന് വഴങ്ങാതെ അർജുനൻ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ആ ഉർവശിയെ അമ്മയായിട്ട് കാണുന്ന അർജുനൻ്റെ ധർമ്മബോധം എത്ര വാഴ്ത്തിയാലും മതിയാവില്ല. വാസ്തവത്തിൽ അത് ഋഷിമാർക്ക് സാധിക്കാത്തതാണ്. വിശ്വാമിത്രനെ പോലെയുള്ള മഹർഷിമാർ, നിരവധി മഹർഷിമാർ മേനകയ്ക്കും രംഭയ്ക്കും വഴങ്ങിപ്പോയിട്ടുണ്ട്, അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിട്ടുണ്ട്. എന്തിനധികം ഭാരതകർത്താവായ വേദവ്യാസൻ പോലും ഘൃതാചി എന്ന അപ്സരസിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അല്പമൊന്ന് വ്യതിചലിച്ചതാണ്. അപ്പോൾ കാമത്തെ ജയിച്ച മഹർഷിമാർ പോലുമില്ല. ദേവന്മാർക്ക്, മനുഷ്യന്മാർക്ക് പിന്നെ പറയാനുമില്ല. പക്ഷേ ഋഷിമാരിൽ നരനാരായണന്മാർ മാത്രമേ കാമത്തെ ജയിച്ചിട്ടുള്ളൂ എന്ന് ഭാഗവതം പറയുന്നു. പിന്നെ ഒരു തവണ ജയിച്ചിട്ടുള്ളത് മാർക്കണ്ഡേയ മഹർഷിയാണ്. ആ രീതിയിലുള്ള കാമത്തെ ജയിക്കാനുള്ള കഴിവാണ് അർജുനൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉർവശി ഇതിന് മറുപടി പറഞ്ഞത് എന്തായിരുന്നു നോക്കൂ. ഉർവശി പറഞ്ഞു, അനാവൃതാശ്ച സർവാസ്മദേവരാജാഭിനന്ദന ഗുരുസ്ഥാനേ നമാം വീരനിയോക്തും ത്വമിഹാർഹസി. ഞങ്ങൾ ഗന്ധർവ സ്ത്രീകൾ, അപ്സര സ്ത്രീകൾ അനാവൃതകളാണ്. എല്ലാവർക്കും പൂരണത്തിന് ഞങ്ങളെ ഉപയോഗിക്കാവുന്നതാണ്. യോഗ്യതയുള്ളവർക്ക് ഞങ്ങൾ അനാവൃതകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മനുഷ്യരുടെ ധർമ്മമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അതുകൊണ്ട് എന്നെ അമ്മയായിട്ട് ഗുരുസ്ഥാനത്തൊന്നും കാണരുത് ദയവ് ചെയ്ത്. പൂർവംശത്തിൽ തന്നെ ജനിച്ച പുരൂരവസിന് ശേഷം ജനിച്ച നിരവധി രാജാക്കന്മാർ പുണ്യം ചെയ്ത് സ്വർഗം നേടി ഇവിടെ വന്നവരൊക്കെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്.
നിരവധി അപ്സരസകളുമായിട്ട് അന്തി ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വ്യതിക്രമം, ധർമ്മവ്യതിക്രമം എന്ന ദോഷം വരികയില്ല. അതുമല്ല, ഞാൻ കാമസന്തപ്തയാണ്, അങ്ങയെ കാമിച്ചു വരുന്നവളാണ്. അതുകൊണ്ട് എന്നെ അങ്ങ് തിരിച്ചയക്കരുത്, നിരാശയാക്കിയിട്ട് അയക്കരുത്, അതും ശരിയല്ല എന്ന് ഉർവശി പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ പറയുന്നത് ദിക്കുകളും വിദിക്കുകളും ദിശകളും വിദിശകളും ദേവതമാരും കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ പറയുന്നത്. അതെന്തിനാണ്? ദിക്കുകൾ ദിശകൾ വിദിശകൾ, 4 ദിക്കുകളും പിന്നെ കോണുകളിലുള്ള ദിക്കുകളെയാണ് വിദിശകൾ എന്ന് പറയുന്നത്. അപ്പോൾ 10 ദിക്കുകളും വിദിക്കുകളുമായിട്ട് 10 ദിക്കുകളാണ് പൊതുവെ പറയാറുള്ളത്. ഇനി അവയ്ക്കിടയിലും ചില കോണുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ദിക്കുകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ദിക്പാലകന്മാരായ ദേവന്മാരെ കേൾക്കട്ടെ. നമ്മളൊരു സത്യം പറയുന്ന സമയത്ത്, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ മറ്റൊരാൾ സത്യപരീക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത്, ഇതുപോലെ സ്ത്രീകൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിഷേധിച്ചു കഴിഞ്ഞാൽ പോലും ആ സ്ത്രീകൾ തന്നെക്കുറിച്ച് പിന്നെ അപവാദം പറഞ്ഞാലോ, അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കാറുള്ളതല്ലേ. എന്നെ അദ്ദേഹം അപമാനിച്ചു, അവഹേളിച്ചു, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പിന്നെ പറയാം. ആരാണ് സാക്ഷി? സാക്ഷികൾ ദിക്കുകളാണ്. ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രകൃതിയിലുള്ള സകല ചരാചരങ്ങളിലും അടങ്ങിയിട്ടുള്ള ദേവചൈതന്യങ്ങളൊക്കെ സാക്ഷിയാണ്. നമ്മുടെ ഹൃദയവും സാക്ഷിയാണ്, നമ്മുടെ മനസാക്ഷിയും അതിന് സാക്ഷിയാണ്. നമ്മുടെ ഉള്ളിലുള്ള സർവേശ്വരനായ ആ ചൈതന്യം, ക്ഷേത്രജ്ഞൻ, അത് സാക്ഷിയാണ്. അതുകൊണ്ട് ആരെയും ഭയപ്പെടേണ്ടതില്ല അർജുനൻ. അതുകൊണ്ടാണ് ദേവതമാരും ദിക്കുകളും വിദിക്കുകളും ഇതിന് സാക്ഷിയായിരിക്കട്ടെ ഞാൻ പറയുന്നതിന്. ഞാൻ അധർമ്മം ചെയ്യുകയില്ല, അധർമ്മം ചിന്തിക്കുകയില്ല. യഥാ കുന്ദീച മാദ്രീച ശചീചൈവ സമാനഘേ തഥാച വംശജനനീ ത്വം ഹിമേദ്യ ഗരീയസി. കുന്തിദേവിയെപ്പോലെയും മാദ്രിയെപ്പോലെയും ശചീദേവിയെപ്പോലെയും ഭവതി എനിക്ക് മാതൃസമാനയാണ്, എൻ്റെ വംശജനനിയാണ്, അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠയാണ്, ആദരണീയാണ്. ഞാൻ മറിച്ചൊന്നും ചിന്തിക്കുകയില്ല. ഗച്ഛ മൂർധനാ പ്രസന്നോസ്മി പാദൗതേ വരവർണ്ണിനി. ഞാൻ തല കുമ്പിട്ട് നമസ്കരിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം. അതുപോലെ ഞാൻ ഭവതിയിൽ സന്തോഷിച്ചിരിക്കുന്നു, ഭവതിയുടെ പാദത്തിൽ ഞാൻ വീഴാം. ത്വംഹിമേ മാതൃവത് പൂജ്യ രക്ഷ്യോഹം പുത്രവത് തഥാ. ഭവതി എനിക്ക് അമ്മയെപ്പോലെ പൂജ്യയാണ്, ആദരണീയാണ്. അതുപോലെ ഞാൻ ഭവതിയുടെ മകനെന്ന രീതിയിൽ ഭവതി എന്നെ രക്ഷിക്കേണ്ടവളുമാണ്. പുത്രനെ പോലെ എന്നെ അങ്ങ് ഭവതി രക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കാലിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ തയ്യാറാകുന്നു. അപ്പോൾ ഉർവശി ക്രുദ്ധയായി, ക്രോധം വന്നു. വേപന്തി ഭൃഗുടീ വക്ര, ശപിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇവിടെ ഈ വേപന്തി ഭൃഗുടീ വക്ര എന്ന വാക്യത്തെ മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള നീലകണ്ഠൻ, ആ നീലകണ്ഠാചാര്യൻ്റെ ഭാരതഭാവദീപം എന്ന വ്യാഖ്യാനം പ്രസിദ്ധമാണ്. ആ പ്രസിദ്ധമായ ആ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നു, ഈ ഭൃഗുടീ വക്ര എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ അർത്ഥം? ഭൃഗുട്യാ വക്ര നതു മനസ ഹിതാർത്ഥത്വാ ചാപസ്യ ഇതി ഭാവ എന്ന് പറയുന്നു. അതായത് ഭൃഗുടീ വക്ര എന്ന് പറഞ്ഞതുകൊണ്ട് അവളുടെ പുരികം മാത്രമേ വളഞ്ഞിട്ടുള്ളൂ, മനസ്സ് വളഞ്ഞിട്ടില്ല, മനസ്സിൽ ക്രോധം വന്നിട്ടില്ല. ശരീരത്തിൻ്റെ ആ പ്രകടനം കൊണ്ട്, ചേഷ്ടകളെ കൊണ്ട് ക്രോധം പുറത്ത് ഭാവിച്ചു. കാരണം ഉർവശി കൊടുക്കുന്ന ശാപം അത് ഹിതാർത്ഥ ഉള്ളതാണ്, അർജുനന് ഹിതകരമായി ഭവിക്കുന്നതാണ്, അർജുനനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അത് അനുഗ്രഹം തന്നെയാണ്. എന്നെ പുത്രവത് കാണണം, എന്നെ പുത്രനെ പോലെ കാണണം എന്ന് പറഞ്ഞ അർജുനൻ്റെ പ്രാർത്ഥന വിഫലമായിട്ടില്ല എന്നാണ് അദ്ദേഹം നീലകണ്ഠാചാര്യൻ പറയുന്നത്. ഏതായാലും അത് അത്തരം ആചാര്യന്മാരുടെ വാക്കുകളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നീലകണ്ഠി വ്യാഖ്യാനം മഹാഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വ്യാഖ്യാനവുമാണ്. ശരി, അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ക്രുദ്ധയായിട്ട് എന്താണ് ഉർവശി പറഞ്ഞത്? കാമിച്ചു വന്ന എന്നെ നീ തിരസ്കരിച്ചുവല്ലോ, അതുകൊണ്ട് നീ സ്ത്രീകളുടെ മധ്യത്തിൽ നർത്തനം ചെയ്യുന്ന പുംസ്ത്വം, പുരുഷത്വം നഷ്ടപ്പെട്ടവനായിട്ട്, ഷണ്ഡനായിട്ട് സഞ്ചരിക്കാൻ ഇടവരട്ടെ എന്നാണ് ഉർവശി ശാപം കൊടുത്തത്. എത്ര ക്രൂരമായിട്ട് ശാപമാണ്, ആലോചിച്ച് നോക്കിയാൽ. കാരണം ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉള്ളിൽ ധർമ്മം പോലുമല്ല, ധർമ്മത്തിനനുസൃതമായിട്ടാണ് തന്നെ പ്രാപിക്കേണ്ടത് എന്ന് ഉർവശി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്മൃതിധർമ്മങ്ങളും വേദധർമ്മങ്ങൾക്കും വിരുദ്ധമല്ലായിരുന്നിട്ട് കൂടി അർജുനൻ എന്തുകൊണ്ട് ഈ അപ്സരസനെ സ്വീകരിച്ചില്ല? അർജുനൻ ആ സ്മാർത്ഥമായ വൈദികമായ ധർമ്മത്തെക്കാൾ ഉപരിയായിട്ട് തൻ്റെ ചാരിത്രശുദ്ധി, തൻ്റെ വ്യക്തിത്വം, തൻ്റെ സ്വഭാവശുദ്ധി, അതിന് കളങ്കമുണ്ടാകരുത് എന്നുള്ള ആ ഒരു ചിന്തയാണ്. അപ്പോൾ വൈദികവും ശാസ്ത്രസിദ്ധവുമായ ധർമ്മത്തെക്കാൾ ഉപരിയായിട്ട് തൻ്റെ വ്യക്തിത്വം, തൻ്റെ യശസ്സും കീർത്തിയും, തൻ്റെ ചാരിത്രശുദ്ധി, തൻ്റെ സ്വഭാവശുദ്ധി കാത്തുരക്ഷിക്കണം എന്ന് ആഗ്രഹിച്ച അർജുനൻ വാസ്തവത്തിലെ മഹാഭാരതത്തിലെ ഏറ്റവും നിർമ്മലമായ സ്വഭാവത്തിൻ്റെ, നിർമ്മലമായ ചാരിത്രശുദ്ധിയുടെ അടയാളമാണ്.
ദൃഷ്ടാന്തമാണ് വാസ്തവത്തിൽ. ശ്രീകൃഷ്ണ ഭഗവാൻ കഴിഞ്ഞാൽ ഏറ്റവും ഈശ്വരത്വം ഉള്ള ഈശ്വരൻ തന്നെയായിട്ടുള്ള മറ്റൊരു കഥാപാത്രമാണ് അർജുനൻ. സാക്ഷാൽ നരനാരായണൻ്റെ അംശമായ ചൈതന്യമായിട്ടുള്ള അർജുനൻ. ആ അർജുനൻ്റെ മഹത്വം എവിടെ കിടക്കുന്നു? പലരും താരതമ്യം ചെയ്യുന്ന കർണനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ കർണന് ഈശ്വരത്വമില്ലേ? ഉണ്ട്, സൂര്യപുത്രനാണ്. പക്ഷേ സ്വന്തം ഈശ്വരത്വം കളഞ്ഞു കുളിച്ച് മനുഷ്യനിലേക്കും മനുഷ്യത്വം കളഞ്ഞു കുളിച്ച് മൃഗത്വത്തിലേക്കും അധപ്പതിച്ച ഒരു കഥാപാത്രമല്ലേ വാസ്തവത്തിൽ കർണൻ. അർജുനന് ജന്മനാ കിട്ടിയ തൻ്റെ ഈശ്വരത്വത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തപസ് ചെയ്തും ധർമ്മം ആചരിച്ചും തൻ്റെ ചിന്തയിൽ പോലും മനസ്സിൻ്റെ മനോഗതികളിൽ പോലും അധർമ്മം വരരുത് എന്ന് ചിന്തിച്ച അർജുനൻ്റെ ആ മനസ്സിനെ ശുദ്ധി, ഹൃദയ നൈർമല്യം ഇവിടെ കിടക്കുന്നു. ഈശ്വരത്വം ജന്മനാ ലഭിച്ചിട്ട് അത് കളഞ്ഞു കുളിച്ച് മൃഗത്തേക്കാൾ അധമനായിട്ട് ജീവിച്ച കർണൻ്റെ ജീവിതം ഇവിടെ കിടക്കുന്നു. താരതമ്യം ചെയ്യാവുന്നതാണോ? മഹാഭാരതം പഠിക്കുന്ന ആളുകൾ ഈ വിധം സൂക്ഷ്മ ബുദ്ധിയോട് കൂടിയിട്ട് മഹാഭാരതത്തെ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ് എന്നറിയുക. ഈ ഉർവശിയുടെ ശാപം കിട്ടിയപ്പോൾ അർജുനൻ അല്പം ഒന്ന് വ്യഥ പൂണ്ട് ചിത്രസേനോട് കാര്യം പറഞ്ഞു. ചിത്രസേനൻ ഇന്ദ്രനോട് കാര്യം പറഞ്ഞു. ഇന്ദ്രൻ അർജുനനെ അടുത്ത് വിളിച്ചിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, പൃഥ ഇന്ന് സുപുത്രയായി നിന്നെ കൊണ്ട്. പൃഥ അതായത് കുന്തിദേവി ഇന്ന് സുപുത്രയായിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠനായ മകനെയാണ് കുന്തിക്ക് ലഭിച്ചിരിക്കുന്നത്. സുപുത്രാത്ര പൃഥാതാത ത്വയാ പുത്രേണ സത്തമാം. നീ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാകുന്നു. നിന്നെപ്പോലൊരു മകനെ കിട്ടിയിട്ട് കുന്തിദേവിയുടെ ജീവിതം ഇതാ ചാരിതാർത്ഥ്യമടഞ്ഞിരിക്കുന്നു, സമ്പൂർണ്ണമായിരിക്കുന്നു, സുപുത്രത്വം നേടിയിരിക്കുന്നു. നീ ധൈര്യം കൊണ്ട്, കാമത്തെ ജയിക്കുന്നതിലൂടെ ധൈര്യമാണ് അതിന് വേണ്ടത്. ആ ധൈര്യം കൊണ്ട് ഋഷിമാരെയും ജയിച്ചിരിക്കുകയാണ് മകനെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഉർവശി ശാപത്തെ നീ ഭയപ്പെടേണ്ടതില്ല. എത്തു ദത്തവതീ ശാപം ഉർവശീ തവമാനത സജാപിതയർത്ഥകൃത്താത സാധകശ്ച ഭവിഷ്യസി. ഏതൊരു ശാപമാണ് ഉർവശി നിനക്ക് തന്നിരിക്കുന്നത്, ആ ശാപം നിനക്ക് സാധകമായിട്ട് വരും, ബാധകമാവുകയില്ല. നിൻ്റെ കാര്യസാധ്യത്തിന് അത് ഉതകുന്ന രീതിയിൽ ഉർവശി ശാപം ഉപകാരമായിട്ട് ഭവിക്കും. കാരണം ആ ഉർവശി ശാപം അനുഗ്രഹമാണ്. കാരണം ധർമ്മത്തിന് കിട്ടുന്ന പ്രതിഫലമാണത്. ധർമാചരണത്തിന്, സ്വഭാവശുദ്ധിക്ക് കിട്ടുന്ന അംഗീകാരമാണത്. അതുകൊണ്ട് 13-ാം വർഷം, 12 വർഷം പൂർത്തിയാക്കി 13-ാം വർഷം നീ അജ്ഞാതവാസം ചെയ്യുമ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു നപുംസകമായിട്ട് ജീവിച്ച് വേഷപ്രച്ഛന്നനായിട്ട് കഴിയാൻ സാധിക്കും. 1 വർഷക്കാലം അത് കഴിഞ്ഞാൽ നീ വീണ്ടും പുംസ്ത്വം നേടിയവനായിട്ട് പുരുഷനായിട്ട് മാറുകയും ചെയ്യും. തേന നർത്തനവേഷേണ അവുംസ്ത്വേന തഥൈവ ച വർഷമേകം വിഹൃത്യൈവ തത പുംസ്ത്വമവാപ്സ്യസി. ഇതാണ് ഇന്ദ്രൻ ആ ശാപത്തിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ചാരിത്രശുദ്ധിയുടെ പ്രതീകമായ അർജുനൻ്റെ ഈ ചരിത്രം, അതിനൊരു ഫലശ്രുതി ഉണ്ടെന്ന് വ്യാസൻ പറയുന്നു. മഹാഭാരതത്തിൽ ഫലശ്രുതി വളരെ അപൂർവമായിട്ടേ പറയുന്നുള്ളൂ. പക്ഷേ ഈ അർജുനൻ്റെ ഈ സ്വഭാവശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത് ധർമ്മപരീക്ഷയെ ജയിച്ച അർജുനൻ്റെ ഈ ധീരമായ ഈ സ്വഭാവശുദ്ധിയുടെ കഥ, ഇത് കേൾക്കുന്നവർക്ക് എന്താണ് ഫലം? ഇതം യശൃണുയാ വൃത്തം നിത്യം പാണ്ഡുസുതസ്യ വൈ നതസ്യ കാമേഷു പാപകേഷു പ്രവർത്തതേ. പാപപങ്കിലമായ കാമങ്ങളിൽ നിന്നും മനസ്സിനെ രക്ഷിച്ചെടുക്കാൻ അർജുനൻ്റെ ഈ കഥ ശ്രവണം ചെയ്താൽ മതി എന്നുള്ള ഒരു ഫലശ്രുതി ഈ കഥയ്ക്കുണ്ട്. വീണ്ടും വ്യാസൻ തുടർന്ന് പറയുന്നു മനോഹരമായ ഒരു ശ്ലോകത്തിലൂടെ, ഇതമരവരാത്മജസ്യ ഘോരം ശുചിചരിതം വിനിശമ്യ ഫാൽഗുനസ്യ വ്യപഗതമതദംഭരാഗതോഷാ ത്രിതിഭഗതാ വിരമന്തി മാനവേന്ദ്രാഹ. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഇതമരവരാത്മജസ്യ ഘോരം ശുചിചരിതം. അമരവരാത്മജൻ, അമരശ്രേഷ്ഠനായ ഇന്ദ്രൻ്റെ മകനായ അർജുനൻ്റെ ഉഗ്രമായിട്ടുള്ള ആ ചാരിത്രശുദ്ധിയുടെ ചരിത്രം കേൾക്കുന്നതിലൂടെ കേട്ടിട്ട് വ്യപഗത മതദംഭ രാഗദോഷാ, മതം, അഹങ്കാരം, രാഗം, ദ്വേഷം മുതലായിട്ടുള്ള ദോഷങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോയിട്ട് ത്രിതവഗതാ വിരമന്തി, സ്വർഗത്തിൽ ചെന്ന് അവർക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ അർജുനൻ്റെ കഥയെ കേൾക്കുന്നതിൻ്റെ ഫലമാണ്, ഫലശ്രുതിയാണ്. വ്യാസൻ അങ്ങനെ പറഞ്ഞു. ഈ ശ്രേഷ്ഠമായ കഥ നമുക്ക് ഏവർക്കും മഹാഭാരതം പഠിക്കുന്നവർക്ക് ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു കഥയാണ്. അർജുനൻ്റെ ഈ മാഹാത്മ്യം ആണ് ഇവിടെ സൂചിപ്പിച്ചത്. തുടർന്നുള്ള ആ വനപർവ്വത്തിലെ കഥകൾ, അത്ഭുതകരമായ കഥകളുണ്ട്. നളോപാഖ്യാനം എന്ന് പറയുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു ഉപാഖ്യാനമുണ്ട്. ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് നളചരിതം കഥ. അത് നമുക്ക് വിശദമായിട്ട് പ്രതിപാദിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.